ഈ ഒരു ഡയറി ഇങ്ങനെ നീങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 2-3 പേർക്കെങ്കിലും കത്തിക്കാണും ഇന്നൊരു ജേർണലിംഗ് വീഡിയോ ആണെന്ന്. കമൻറ്റ് ബോക്സിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടൊരു കമൻ്റ് ആയിരുന്നു, ബ്ലൂ ജേർണലിംഗ് ചെയ്യാമോ എന്നും പറഞ്ഞിട്ട്. അതിന് മുമ്പേ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹോം മെയ്ഡ് തിങ്സ് വെച്ചിട്ട് ബ്ലൂ ജേർണലിംഗ് ചെയ്യാമോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 കമൻറ്റ് ഇട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ജേർണലിംഗ് വീഡിയോ ആണിത്. ഈ ഒരു പേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടോ അതൊക്കെയും ഓരോരോ സാധനങ്ങൾ തപ്പിപ്പറക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് രൂപമാറ്റം ചെയ്ത് ബ്ലൂ തീമിലാക്കി എടുത്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഈ പേജ് കവർ ചെയ്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് ടിഷ്യൂ പേപ്പറാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ പോലും കംപ്ലീറ്റ് ബ്ലൂ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നീലമയം ആവുമല്ലോ. അതുകൊണ്ട് ചെറുതായിട്ടൊരു വെള്ളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തത്. ബ്ലൂ എന്ന് കേട്ടിട്ട് ബ്ലൂ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് കടലാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജീവികളൊക്കെ തെരഞ്ഞു പിടിച്ച് അതാണ് ഞാൻ സ്റ്റിക്കറിന് പകരം ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ജേർണലിംഗ് ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും എഴുതിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബ്ലൂ ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു നോട്ടും കൂടെ എഴുതി ഒട്ടിച്ചു കൊടുത്തിട്ട് ജേർണലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആണ്. അപ്പോൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. കൂട്ടത്തിലൊരു ലൈക്കൊക്കെ തന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോ.